ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് കർക്കിടകം 1 വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിതാ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അന്നാണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാലുണ്ട്. പോണ സമയത്ത് കുറച്ചൊരു തോർച്ചുണ്ടെങ്കിലും കൂടിയിട്ട് ക്ഷേത്രത്തിൽ എത്തുന്നതോട് കൂടിയിട്ട് തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് നല്ല മഴയായി. ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു തുള്ളി വെച്ചിട്ടാ. അങ്ങനെ കുറച്ച് സമയം അമ്പലത്തിലൊക്കെ അവിടെ നിന്നതിന് ശേഷം പിന്നെ ഇതാ വീട്ടിൽ വന്നിട്ടുണ്ട്. വന്ന പാടെ തന്നെ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പായിരുന്നു. പിന്നെ ഇതാക്കണം ഞാൻ കുറച്ച് ഉലുവക്കഞ്ഞി വെക്കുകയാണ് കേട്ടോ. ഉലുവക്കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നുണ്ട്, പക്ഷേ പുറത്ത് മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശബ്ദം കൊണ്ട് കേൾക്കണില്ല. അപ്പോൾ ഞാൻ വോയിസ് ഓവർ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ അരിയും ഉലുവയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ ചോറ് വെക്കുന്ന കഞ്ഞി വെക്കുന്ന പോലെ ഉണ്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ തൂമിച്ചിട്ട് ഇടാം. അത് നമ്മൾ ചെയ്യണില്ല. കാര്യം എന്താ വെച്ചാൽ അല്ലെങ്കിൽ തന്നെ വണ്ണം കുറച്ച് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതാക്കണം ഞാനിതാ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാലൊക്കെ അയക്കാണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. എപ്പോഴും തേങ്ങാപ്പാലാണ് കേട്ടോ ഉലുവക്കഞ്ഞിക്ക് ടേസ്റ്റ് കൂടുക. തേങ്ങ ചിലവ് ഇടുന്നവരുണ്ട്, പക്ഷേ എനിക്ക് അതിനോട് അത്ര ഒരു ഇഷ്ടമില്ല കേട്ടോ. നമുക്ക് കഴിക്കാൻ സുഖം ഇതാണ്. പിന്നെ എന്താക്കണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മരുന്ന് കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുകയെന്ന്. മരുന്ന് കഞ്ഞി ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാട്ടിത്തരാം കേട്ടോ. കർക്കിടക കഞ്ഞി, പിന്നെ കർക്കിടക കഞ്ഞീൻ്റെ മാത്രമല്ല, കർക്കിടക മാസത്തിൽ നമ്മളെ രാമായണ മാസം ആരംഭമാണ്. അങ്ങനെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഞ്ഞിക്ക് വേണ്ടത് ഒരു തേങ്ങ ചമ്മന്തിയാണ് കേട്ടോ. തേങ്ങ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാനത് അവിടെ കഞ്ഞിക്ക് ചെറിയേൻ്റെ ബാക്കി തന്നെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി തേങ്ങ ചമ്മന്തി കൂടി അരച്ച് കഴിഞ്ഞിട്ട് വേണം കഞ്ഞിയും ചമ്മന്തിയും കുടിക്കാമെന്ന്. കാര്യമായിട്ട് പലഹാരമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാക്കുന്ന ഒരു മിക്സിൻ്റെ ജാറിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാക്കുന്ന കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്, കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കി ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്, കറിവേപ്പില, പുളി, പിന്നെ വേണ്ടത് നമ്മൾ ചതച്ച മുളകാണ് കേട്ടോ. നമുക്ക് ഉണക്കമുളക് വറുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ അത് എടുക്കാം. ഇതിപ്പോൾ എൻ്റെ ഏതായാലും ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മളെ ചതച്ച മുളക് ഇവിടെ ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതാ നമ്മളെ തേങ്ങ ഒരു 2 പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണം, പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി വേണം കേട്ടോ, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അതും കൂടി ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ടല്ലോ, നന്നായിട്ടുണ്ട് ഇറക്കി നമ്മളെ ചമ്മന്തി പരുവത്തിൽ അങ്ങോട്ട് അരച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡിയാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ അരച്ചിട്ടില്ലാത്തവർ ഒന്ന് അരച്ച് നോക്കിക്കോളി, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് കഞ്ഞിക്കും ദോശയ്ക്കും ചോറയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണത്. പിന്നെ ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അങ്ങോട്ട് ഉരുളാക്കി കഴിഞ്ഞാൽ കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലോ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാക്കണം ഞാനത് ഉരുട്ടിയാണ്ട് ഒരു ഉരുള തന്നെ ഇടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തി റെഡി കേട്ടോ. ഇനി കുറച്ച് കഞ്ഞിയും കൂടി അത് വിളമ്പിയിട്ട് കഞ്ഞിയായിട്ട് കുടിക്കട്ടെ. അപ്പോൾ ഇതാക്കണം നമ്മളെ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഉലുവക്കഞ്ഞി. ഈ ഉലുവക്കഞ്ഞിയിൽ കുറച്ച് വേണമെങ്കിൽ മരുന്നുകളൊക്കെ ഇടാം കേട്ടോ. ഇതൊന്നും ഞാൻ നമ്മളെ വൈദ്യപീഠയിൽ പോയി കഴിഞ്ഞാൽ അതൊക്കെ കിട്ടും, പക്ഷേ അതൊന്നും ഇപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. കൂണുള്ള സ്ഥലം അറിയാത്രേ. അപ്പോൾ കൂണൊക്കെ പൊന്തിയിട്ടുണ്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒന്ന് പോയി നോക്കട്ടെ. മഴയൊക്കെ പെയ്ത് തണുത്താലല്ലേ ഉണ്ടാവും. സാധനം കിട്ടല്ലേ അല്ലേ കേട്ടോ. ഇവളാണ് ഇതിൻ്റെ കാള്. ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയതിൽ കഴിഞ്ഞ പ്രാവശ്യം 2 ചിന്നന കിട്ടിയത്. രസമല്ലേ കിട്ടി, പറിക്കാനൊക്കെ നല്ല രസമായിരിക്കും. 2 കറി വയ്ക്കാൻ കിട്ടി. പോയി നോക്കാം എങ്ങനെ പറയാ. മണത്തുകാണ് കണ്ടുപിടിക്കുകയോ? പുല്ലും കാടുമാണ് ചിന്ന. ഈ പുഴുവിന് ഇവിടെ നോക്ക് ചിന്നു. പുഴു ഇപ്പൊ തന്നെ ചാർന്ന് തരും ഞാൻ. എന്താ നോക്കണേ? നിങ്ങളെ സ്ഥലങ്ങളുണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുക, എന്നിട്ട് വെള്ള കളറ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. എടി മയിലൊക്കെ ആ കൊണ്ട് പറയുമ്പോ മയില് കാണുന്നുണ്ടോ? മയിൽ തന്നെയാണത്. ആ പറയുമ്പോഴതാ കൈയെടുക്ക ക്യാമറ ഇളകുന്നു. സൂം ചെയ്താണ്, പക്ഷെ പാറേൻ്റെ കളർ തന്നെയാണ്. അങ്ങനെ കൂണിന് പോയ ആൾക്കാർ ലാസ്റ്റ് ചക്കടണ്ട ഗതിയായിട്ടോ. മേത്തേക്ക് ഒറ്റ വെട്ടണ്ട വെട്ടേ.
ആ എടുക്കണോ അമ്മേ ആ അടുക്കളയിലൊക്കെ എറ്റം പോവാച്ചിട്ടാവും ചക്കൊന്നും പോയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര കത്തണുള്ളൂ കേട്ടോ. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ബൈ.